അപ്പൊ ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോഴാണ് ഉരലും ഒലക്ക് ഇങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു ഉപയോഗമില്ലാതെ. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് വൈകുന്നേരത്തേക്ക് ഗോതമ്പ് ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് ഒന്ന് കുത്താന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇടിക്കാനൊക്കെ മറന്നേക്കുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുത്താൻ തുടങ്ങിട്ടോ. ഇടിക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. 2-3 പ്രാവശ്യമൊക്കെ കുത്തണം, എന്നാലേ ഗോതമ്പിന്റെ തൊലി നല്ലോണം പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഈ തൊലി കളഞ്ഞതിന് ശേഷം പിന്നെ നല്ലോണം അങ്ങനെ പാറ്റി കളയണം കേട്ടോ. പാറ്റി ചേറുക എന്നൊക്കെ പറയും. എന്തായാലും എനിക്ക് ഈ പാറ്റാനും ചേരാനൊന്നും അറിയില്ല. അതെന്തായാലും ഞാൻ ഉമ്മനെ ഏൽപ്പിച്ചത്. അങ്ങനെ നല്ല തൊലിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് ഗ്യാസിൽ വെച്ചു. എന്നിട്ട് നല്ലോണം വേവുണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ വെന്തൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ശർക്കര ഉപയോഗിച്ചിട്ട് ഇളക്കി ചേർക്കും. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. നമ്മുടെ പണ്ടുള്ള ആളുകളൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് കഴിച്ചിരുന്നു. എല്ലാവരും ഇങ്ങനെ വെക്കുന്നുണ്ടോ അറിയില്ല. ഇപ്പൊ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ജോലിയൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ അസുഖം വരുന്നില്ല. ആരും അങ്ങനെ ഇടിക്കുന്നോ അലക്കുന്നോ അതുപോലെ തന്നെ അരക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം വല്ലാതെ ഇളകുന്നില്ലല്ലോ, നമുക്ക് അസുഖങ്ങൾ കൂടുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഉരലുണ്ടാവും, അമ്മി ഉണ്ടാവും, പിന്നെ അലക്കാനുള്ള കല്ലുണ്ടാവും. പക്ഷെ ഇതൊക്കെ മെഷീൻ ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങളും കൂടുന്നുണ്ട്. അപ്പൊ നമ്മളെ ഗോതമ്പ് ചോറ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.